നമ്മൾ കഴിഞ്ഞ ദിവസം ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് വരുത്തിച്ച ജീരകശാല അരിയില്ലേ, അതിൻ്റെ ഉദ്ഘാടനം കേട്ടന്ന്. ആ സന്തോഷമാണ് എൻ്റെ മുഖത്തുള്ളത്. ആദ്യം തന്നെ 30 മിനിറ്റ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്ന അരി നമുക്ക് ഒരു 80% വേവിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ചിക്കൻ തൈ കാണുന്ന മസാലകളൊക്കെ ഇട്ട് കുറച്ച് ഉപ്പും കുറച്ച് ഗരം മസാലപ്പൊടി ഇമ്മണി തൈരും കൂടി ഒഴിച്ചിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നമുക്ക് അതങ്ങനെ മിനിമം ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. ഇനി നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് അധികം ബട്ടർ ഇട്ടിട്ട് 2 തക്കോലും കൂടി ഇട്ട് കുറച്ച് സവാളയും കൂടി ഇട്ട് നല്ലോണം മൊരിയിച്ചെടുക്കാം കേട്ടോ. സവാള മൊരിയണയിലാണ് ഈ റൈസിൻ്റെ ടേസ്റ്റ്. വലിയ ഭീകര പരാതികളൊന്നുമില്ല, പക്ഷെ നെയ്ച്ചോറിലിടാൻ വേണ്ടിയിട്ട് നെയ്യ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയൊരു കുറവ് തന്നെയായിരുന്നു കേട്ടോ. നല്ല നെയ്യ് കിട്ടണമെങ്കിൽ ഞാൻ ഇനി ഒരു 4 മാസം കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇന്ന് ബട്ടർ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിലേക്കുള്ള പരിപാടി തുടങ്ങായി. ഇതൊരു വളരെ ലോ എഫേർട്ട് ചിക്കൻ കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകം ഇട്ട് മൂപ്പിച്ച് എണ്ണയിലിട്ടിട്ടൊന്ന് നല്ലോണം മുരിയിച്ചെടുക്കുക. ശേഷം അതിലേക്ക് സവാളയും കൂടി ഇട്ടിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ മസാലയൊക്കെ ഇട്ട് വേവിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക. ഇതാണ് നമ്മുടെ പ്ലേറ്റ്. അപ്പോൾ ഇന്നത്തെ ഊഴം വെട്ടത്തിനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉള്ളോടത്ത് സമാധാനമായിട്ട് സന്തോഷമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്തായാലും ആഹാരം കഴിക്കട്ടെ, സിനിമയും കാണട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. വീണ്ടും അടുത്തൊരു കുഞ്ഞു വിശേഷമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.